പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ വാസ്കോ ഡി ഗാമയുടെ ഒരു സഞ്ചാരക്കുറിപ്പോടെയാണ്. അദ്ദേഹം ലിസ്ബൺ തുറമുഖത്ത് നിന്ന് ആഫ്രിക്കയിലോട്ട് പോയതും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ കച്ചവടം ഉപേക്ഷിച്ച് തിരിച്ച് മിലന്തിലോട്ട് വരുന്നതും മിലന്തിലോട്ടുള്ള യാത്രയിൽ അദ്ദേഹം ഇന്ത്യയുടെ കച്ചവട സാധ്യതകൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം മിലന്തിൽ നിന്ന് പിന്നീട് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുന്നതും 23 ദിവസത്തിന് ശേഷം കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആഫ്രിക്കയിലോട്ട് യാത്ര പുറപ്പെടുന്ന ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്. 1497 ജൂലൈ 8-നാണ് ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലിൽ 170 പേരടങ്ങുന്ന സംഘം ആഫ്രിക്കയിലോട്ട് യാത്ര തിരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഇന്ത്യയിലോട്ട് ആഫ്രിക്കയുമായിട്ടുള്ള കച്ചവടം അവസാനിപ്പിച്ചിട്ട് മിലന്തി തിരിച്ചെത്തി അദ്ദേഹം ഇന്ത്യയിലോട്ട് കച്ചവടം സ്ഥാപിക്കാനായിട്ട് വരുന്നുണ്ട്. അത് 1498 ഏപ്രിൽ 24-നാണ് അദ്ദേഹം യാത്ര ആരംഭിക്കുന്നത്. 23 ദിവസം കൊണ്ട് അദ്ദേഹം കോഴിക്കോട് കാപ്പാട് എത്തിച്ചേരുന്നുണ്ട്. മെയ് 20-നാണ് അദ്ദേഹം കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേരുന്നത്. കേരളത്തിലോട്ട് 23 ദിവസം കൊണ്ട് എത്തിച്ചേർന്ന അദ്ദേഹം 132 ദിവസം കൊണ്ടാണ് തിരിച്ച് മിലന്തിലോട്ട് എത്തിച്ചേർന്നത്. നമ്മുടെ ഇവിടെ നിന്ന് തിരിച്ച് മിലന്തിലോട്ട് എത്തിച്ചേരുന്നതിന് എടുത്തത് 132 ദിവസം. എന്താണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് വന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ സഹായത്തോടെയാണ്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥ വ്യത്യാസം കാരണമാണ് അദ്ദേഹത്തിന് 132 ദിവസം എടുത്ത് യാത്ര ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് നമുക്ക് ഈ വാസ്കോ ഡ ഗാമയുടെ കഥ ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും ഹിസ്റ്ററിയുടെ ഭാഗത്ത് പഠിക്കുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ PSC ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഈ അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് കാറ്റുകൾ സൃഷ്ടിക്കാൻ കാരണമാവുന്നത്. എന്തൊക്കെയാണ് അന്തരീക്ഷമർദ്ദത്തിലെ വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. അതിനു മുമ്പ് ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് നമ്മുടെ ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ഭൗമോപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രസബാരോമീറ്റർ. ഇതിനകത്ത് മില്ലിബാർ, ഹെക്ടോ പാസ്കൽ എന്നീ ഏകാംഗങ്ങൾ, അതായത് എന്നീ യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ശരാശരി അന്തരീക്ഷത്തിൽ രസബാരോമീറ്ററിലുള്ള രസത്തിൻ്റെ അളവെന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോഴത്തെ നമ്മുടെ ശരാശരി അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് 1013.2 മില്ലിബാർ ആയിരിക്കും. മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമത്തെയാണ് ഉയരം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് നമുക്ക് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. എന്തുകൊണ്ടാണ് ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷവായുവിൻ്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് വായുവിൻ്റെ മർദ്ദം കുറയുന്നത്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ മൂന്നാർ ഊട്ടിയിലൊക്കെ നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മുടെ ചെവി അടയും. അതായത് നമ്മൾ മലയുടെ മുകളിലോട്ട് പോകുന്തോറും നമ്മുടെ ചെവി അടഞ്ഞതായിട്ട് തോന്നാറുണ്ട്. അതിന് കാരണം ഇതാണ്. ഇനി അടുത്തതായിട്ട് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് താപം. അതായത് ചൂടേൽക്കുമ്പോൾ വായു വികസിക്കുകയും മുകളിലോട്ട് പോകുകയും ചെയ്യുന്നതിനാൽ വായുവിൻ്റെ മർദ്ദം കുറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച് ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു, താപനില കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. അപ്പോൾ താപനിലയും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്, ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ചിത്രങ്ങൾ നോക്കിയിട്ട് ഏത് ചിത്രത്തിലാണ് അന്തരീക്ഷമർദ്ദം കൂടുതലുള്ളതെന്ന് പറയാൻ പറ്റും. അതേ അന്തരീക്ഷമർദ്ദം കൂടുതലുള്ളത് രാത്രിയിലായിരിക്കും. പകൽ അന്തരീക്ഷമർദ്ദം താരതമ്യേന കുറവായിരിക്കും. കാരണം സൂര്യൻ്റെ ചൂട് കൊണ്ട് അന്തരീക്ഷമർദ്ദം കുറയും. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ആർദ്രത. എന്താണ് ആർദ്രത? അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായതുകൊണ്ട് ജലം ബാഷ്പമായിരിക്കും അന്തരീക്ഷത്തിൽ വരും. ഒരു നിശ്ചിത ഭാഗത്തും വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിലും സ്വാഭാവികമായിട്ട് അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അപ്പോൾ ആർദ്രത കൂടുമ്പോഴും അന്തരീക്ഷമർദ്ദം കുറയും. ഇപ്പോൾ നമ്മൾ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അറബിക്കടലിൻ്റെ അടുത്ത് കിടക്കുന്ന എന്ന് പറയുന്ന പ്രദേശത്തിന് ബി എന്ന് പറയുന്ന പ്രദേശത്തെ അപേക്ഷിച്ച് താരതമ്യേന അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അറബിക്കടലിൽ നിന്ന് ജലാംശം കളഞ്ഞിട്ടുള്ള വായു എന്ന് പറയുന്ന പ്രദേശത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. എന്നാൽ ബിയിലോട്ട് നീരാവി കലർന്ന വായു പോകാനൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് ബിയിൽ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. ഇനി ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ ആ പ്രദേശത്തെ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കാം. അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് സമമർദ്ദ രേഖകൾ? ഒരേ അന്തരീക്ഷമർദ്ദമുള്ള പ്രദേശത്തെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. ഇതാണ് സമമർദ്ദ രേഖകൾക്ക് ഉദാഹരണം. അടുത്തതാണ് ആഗോള മർദ്ദ മേഖലകൾ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ചിത്രം നോക്കാം നമുക്ക്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് ആഗോള മർദ്ദ മേഖലകൾ. ഇവിടെ നോക്കി നമ്മുടെ ന്യൂനമർദ്ദ മേഖലയാണ്. നടുക്കൂടെ പോകുന്ന നമ്മുടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണെന്നാണ് പറയുന്നത്. ഇനി 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് ഉള്ള മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്കുള്ള മേഖലയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ഇനി 90 തെക്ക് 90 വടക്കുള്ള മേഖലയും വിളിക്കുന്ന പേരാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വർഷം മുഴുവൻ നമ്മുടെ സൂര്യരശ്മികൾ ഈ ഭൂമധ്യരേഖയിലോട്ട് ലംബമായിട്ടായിരിക്കുള്ളൂ പതിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു, താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അതുകൊണ്ട് ആണ് ഇവിടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്. 5 ഡിഗ്രി തെക്ക് മുതൽ 5 ഡിഗ്രി വടക്ക് വരെ, ഭൂമധ്യരേഖയിൽ 5 ഡിഗ്രി തെക്ക് മുതൽ 5 ഡിഗ്രി വടക്ക് വരെ ആയിരിക്കും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അനുഭവപ്പെടുന്നത്. ഇനി ഈ പ്രദേശത്തിന് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീർവാത മേഖല.
ആണ് ഇവിടെ നീർവാത മേഖല എന്നറിയപ്പെടുന്നത്. ഇവിടെ കാറ്റുകൾ തീരെ കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ നീർവാത മേഖല എന്നറിയപ്പെടുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നതിലോട്ട് നോക്കാം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണമാകുന്നത് എന്താണെന്ന് ഇപ്പോൾ ബോധ്യമാണ്. ഓക്കെ, മധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്ക് മുതൽ 5 ഡിഗ്രി തെക്ക് വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നീർവാത മേഖല എന്നും ഈ മർദ്ദ മേഖലകൾ അറിയപ്പെടുന്നു. പണ്ട് പായ്ക്കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക് ഇവിടം പേടി സ്വപ്നമായിരുന്നു. അവിടെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. പണ്ട് പായ്ക്കപ്പലുകളിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാർക്ക് പേടി സ്വപ്നമായിരുന്ന ആഗോള മർദ്ദ മേഖല ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അതിന് ഉത്തരം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മേഖലയിലെ വായു ഇങ്ങോട്ട് സഞ്ചരിക്കും, ഉപോഷ്ണ മേഖലകളിലോട്ട് സഞ്ചരിക്കും. അവിടെ എത്തുമ്പോഴത്തേക്കും വായുവിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് ഏകദേശം തണുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ അന്തരീക്ഷമർദ്ദം കൂടുതൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ ഭാഗം ഉച്ചമർദ്ദ മേഖലയായത്. നമുക്ക് ഇനി ടെക്സ്റ്റിൽ പറയുന്നത് നോക്കാം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. മധ്യരേഖ പ്രദേശത്തു നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്തിനാൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. ഈ മേഖല ഉടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. അത്ര ഉപദ്രവീയൻ ന്യൂനമർദ്ദ മേഖല. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ പ്രദേശം ധ്രുവപ്രദേശത്തിനോടടുത്തല്ലേ, അപ്പോൾ ഇവിടെ ഉച്ചമർദ്ദ മേഖലയല്ലേ, ഇവിടെ തണുപ്പ് കൂടുതലായിരിക്കില്ലേ, ആ താപനിലയിൽ ഉള്ള വ്യത്യാസവും പിന്നെ അതുപോലെ തന്നെ ജലാംശത്തിൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കില്ലേ, അതുകൊണ്ട് അവിടെ ഉച്ചമർദ്ദ മേഖല ആയിരിക്കില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ പോളാർ ഏരിയാസിനോട് അടുത്താണെങ്കിലും ഈ ഭാഗത്തുള്ള തണുത്ത വായു നമ്മുടെ ഭൂമിയുടെ ഭ്രമണ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ശക്തി മൂലം, നമ്മുടെ ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തി മൂലം ഈ വായു ഇങ്ങനെ ചുഴറ്റി എറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ തണുത്ത വായു അവിടെ നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ന്യൂനമർദ്ദ മേഖലയായിട്ട് അനുഭവപ്പെടുന്നത്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പേറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. ഇതുമൂലം ഉപദ്രവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ഈ ചുഴറ്റിയെറിയൽ എന്താണെന്നൊക്കെ നമുക്കിനി വരുന്ന ഭാഗങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്തതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നമ്മൾ നേരത്തെ പറഞ്ഞു പോളാർ ഏരിയാസിൽ തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ്. അതിനാൽ അവിടുത്തെ ജലാംശമൊക്കെ കൂടുതലായിരിക്കും, താപനിലയിലുള്ള വ്യത്യാസമൊക്കെ കൊണ്ടും അവിടെ ഉച്ചമർദ്ദമായിരിക്കും. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണിത്. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും. ഈ ആഗോളമർദ്ദ മേഖലകൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി സൂര്യൻ്റെ പ്രകാശം ലഭിക്കുന്നതും അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണമൊക്കെ നമ്മുടെ മർദ്ദമേഖലയ്ക്ക് സ്ഥാന വ്യത്യാസം ഉണ്ടാക്കാനായിട്ട്, അതായത് മർദ്ദമേഖലയ്ക്ക് വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഈ പാഠം നമ്മൾ ആരംഭിച്ചത് തന്നെ നമ്മൾ കാറ്റുകളെ പറ്റി പറഞ്ഞിട്ടായിരുന്നു. എന്താണ് കാറ്റുകളെന്ന് പറയാം. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായു ചലിക്കുന്നതാണ് നമ്മൾ കാറ്റുകൾ എന്ന് പറയുന്നത്. കാറ്റുകൾ പലതരത്തിലുണ്ട്. നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ വീശാറുള്ളത് ചെറിയ ഇളം കാറ്റൊക്കെയാണ്. പക്ഷേ നമുക്കൊരു ഓഖി കാറ്റുണ്ടായിരുന്നു. കാറ്റ് വിതച്ച ദുരന്തങ്ങൾ കണ്ടും കേട്ടും എന്തെങ്കിലും അനുഭവത്തിലൂടെയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ. ഇനി കാറ്റിൻ്റെ വേഗവും ദിശയും കാറ്റിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് മർദ്ദച്ചെരിവ്, പ്രഷർ ഗ്രേഡിയൻ, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. എന്താണ് മർദ്ദച്ചെരിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരേ പ്രദേശത്ത് അനുഭവപ്പെടുന്ന മർദ്ദത്തിന് വ്യത്യാസമുണ്ട്, അന്തരീക്ഷ മർദ്ദത്തിന് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ മലയുടെ മുകളിൽ കയറുമ്പോൾ പ്രഷർ ആയിരിക്കില്ല താഴെ അടിവാരത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഉള്ളത്. അതിനെയാണ് മർദ്ദച്ചെരിവ്. ഈ മർദ്ദ വ്യത്യാസത്തിനാണ് നമ്മൾ മർദ്ദച്ചെരിവ് എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യത്യാസത്തെയാണ് മർദ്ദച്ചെരിവ് എന്ന് വിളിക്കുന്നത്. തിരശ്ചീന തലത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചെരിവ് കൂടുതലാണെന്ന് പറയാം. ദേ ഇവിടെ നോക്കി നമ്മൾ സമമർദ്ദ രേഖകൾ ഉപയോഗിച്ച് വരച്ചിട്ടുള്ളൊരു മാപ്പിൻ്റെ ചിത്രമാണ്. ഇവിടെ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് മർദ്ദ വ്യത്യാസം കാണിക്കുക. അതായത് മർദ്ദം കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. 750 ആദ്യത്തെ സ്ഥലത്ത് സമമർദ്ദ രേഖ ഉപയോഗിച്ച് വരച്ചപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥലത്ത് 740. അപ്പോൾ ഈ 750 കാണിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ ഉച്ചമർദ്ദ മേഖലയിലെ 740 അങ്ങോട്ടൊരു വായുവിൻ്റെ പ്രവാഹം ഉണ്ടാവും. അതാണ് മർദ്ദച്ചരിവ് എന്ന് പറയുന്നത്. ഇനി മർദ്ദച്ചരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. അടുത്തതാണ് കൊറിയോലിസ് പ്രഭാവം. നമ്മൾ നേരത്തെ ഉപദ്രവീയ ഉച്ചമർദ്ദ മേഖലയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വായുവിൻ്റെ ഒരു ചുഴറ്റിയെറിയലിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഈ ചുഴറ്റിയെറിയൽ എന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന്. അതാണ് സത്യം പറഞ്ഞാൽ കൊറിയോലിസ് പ്രഭാവം. അതായത് ഭൂമിയുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലോട്ട് പോകുമ്പോൾ ഭൂമിയുടെ ഭ്രമണം നിമിത്തം വായുവിനൊരു സഞ്ചാരദിശയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കൊറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത്.
നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വായിക്കാം. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവുന്നു. അപ്പോൾ എങ്ങോട്ടാണ്? ഉത്തരഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും ഒരു വായുവിൻ്റെ സഞ്ചാരത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഇതാണ് കോറിയോലിസ് പ്രഭാവം അല്ലെങ്കിൽ കോറിയോലിസ് ബലം എന്ന് നമ്മൾ വിളിക്കുന്നത്. മധ്യരേഖാ പ്രദേശത്തു നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾക്ക് ദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലനം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെഡറൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെ ഫെഡറൽ നിയമം എന്ന് പറയുന്നു. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും കാറ്റുകൾക്ക് വ്യത്യാസം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെഡറൽ. അദ്ദേഹം അവതരിപ്പിച്ച നിയമമാണ് ഫെഡറൽ നിയമം. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ഘർഷണം അഥവാ ഫ്രിക്ഷൻ. എന്താണ് ഫ്രിക്ഷൻ എന്ന് നമുക്കറിയാം. വായു നമ്മുടെ ഇപ്പോൾ ഒരു കാടുള്ള പ്രദേശത്തൂടെയൊക്കെ നമ്മുടെ വായു സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മരങ്ങളിലൊക്കെ തട്ടിത്തടഞ്ഞ് അധികം സ്പീഡിലൊന്നും കാറ്റടിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഒരു കടലിലോ അല്ലെങ്കിൽ ഇങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തൂടെ വായു സഞ്ചരിക്കുമ്പോൾ വായുവിൻ്റെ ശക്തി കൂടുതലായിരിക്കും. കാരണം അവിടെ ആ വായുവിൻ്റെ വേഗതയെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു തടസ്സവും വരുന്നില്ല. നമുക്കറിയാം ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കും. അതൊക്കെ ഈ കടലിൽ നിന്ന് വീശുന്ന കാറ്റിൻ്റെ വേഗതയെ ഭൂമിയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കടലിൻ്റെ അരികത്തുള്ള പ്രദേശത്തോട്ട് വരുമ്പോൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെയൊക്കെ ബീച്ച് ഏരിയാസിലൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. ഘർഷണം. സമുദ്രോപരിതലത്തിൽ നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗത കൂടുതലായിരിക്കും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായിരിക്കും. നമുക്ക് ഈ ചിത്രത്തിലോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഈ സമുദ്രത്തിൻ്റെ അവിടെ ഒരു തടസ്സവും ഇല്ല, അപ്പോൾ കാറ്റിന് വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. എന്നാൽ ഈ രണ്ടാമത്തെ ചിത്രത്തിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരുപാട് കല്ലുകളും മലകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാറ്റിന് അധികം വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല. മലകളിലൊക്കെ തട്ടി തടഞ്ഞിട്ട് കാറ്റിന് സഞ്ചരിക്കാൻ പറ്റും. ഇനി ഇതിന് ഉദാഹരണമാണ് നമ്മൾ മരുഭൂമിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഇത് കാറ്റിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ആഗോള മർദ്ദ മേഖലകൾ പഠിച്ച് ഈ ആഗോള മർദ്ദ മേഖലകളും കാറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കുള്ളൂ വായു സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെയും അടുത്തടുത്ത് വരുന്നതൊക്കെ ഇപ്പോൾ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് 30 ഡിഗ്രിയിൽ വരുന്നത് രണ്ട് സ്ഥലത്തും ഉച്ചമർദ്ദ മേഖലയാണ്. അപ്പോൾ ഈ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ട് വായു സഞ്ചരിക്കും. ഇനി ഉപോഷ്ണുച്ചമർദ്ദ മേഖല കഴിഞ്ഞിട്ട് വരുന്നത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പോൾ ഉപോഷ്ണുച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട് ഒരു വായു സഞ്ചാരം ഉണ്ടാവും. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മർദ്ദമേഖലകളും കാറ്റുകളും. ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ മർദ്ദ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് കാറ്റ് രൂപം കൊള്ളുന്നത്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ മർദ്ദമേഖലകൾക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഗോളവാദങ്ങൾ. ഇനി ആഗോളവാദങ്ങളെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. നമുക്ക് എന്താണ് വാണിജ്യവാദങ്ങൾ നോക്കാം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്, അതായത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് നമ്മുടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ടൊരു കാറ്റിൻ്റെ പ്രവാഹം ഉണ്ടാവും. ഇതിനെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉത്തരാർദ്ധഗോളത്തിലുള്ളതിന് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നും ദക്ഷിണാർദ്ധഗോളത്തിലുള്ളതിന് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതെന്താ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ കിഴക്ക് ദിശയിൽ നിന്നായിരിക്കുള്ളൂ ഈ വാണിജ്യവാദങ്ങൾ വീശുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും രണ്ടും കൂടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ്. ഇനി ഈ വാണിജ്യവാദങ്ങളാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലോട്ട് വ്യാപാരികളൊക്കെ വന്നിരുന്നപ്പോൾ ന്യൂനമർദ്ദ മേഖലയിലുള്ള പ്രദേശങ്ങളിലോട്ട് എത്താൻ സഹായിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേരാണ് ട്രേഡ് വിൻസ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിൽ വീശുന്ന കാറ്റ് എന്നർത്ഥമുള്ള ജർമ്മൻ വാക്കിൽ നിന്നാണ് ആ പേര് ഉണ്ടായിട്ടുള്ളത്. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമേഖലകൾ ചിത്രത്തിൽ കാണാം. ഇവിടെ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദത്തിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇവയാണ് വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇരു അർദ്ധഗോളിലും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ് അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നു. കാറ്റിന്റെ കൈകളിലേറി വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാണിജ്യവാദങ്ങൾ പഴയകാലത്ത് പായ്ക്കപ്പലുകളിലും കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സഹായമായിരുന്നു. സമുദ്ര വാണിജ്യവാദത്തെ സഹായിച്ചിരുന്നതിനാലാവണം അവയ്ക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നത്. ജർമ്മൻ ഭാഷയിൽ ട്രേഡ് എന്ന പദത്തിന് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ് അർത്ഥം. അടുത്തതാണ് പശ്ചിമവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉണ്ടാകുന്ന വായുസഞ്ചാരത്തെയാണ് നമ്മൾ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് പശ്ചിമവാദങ്ങൾ എന്ന പേര് വന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവ പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് വീശുന്നത്. അതുകൊണ്ടാണ് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പൂർവ്വവാദങ്ങൾ. അതായത് ധ്രുവപ്രദേശത്ത് നിന്ന് നമ്മുടെ ഉപദ്രവീയ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. അർദ്ധഗോളത്തിൽ നമുക്ക് ചിത്രം നോക്കിയാൽ കാണാം. പൂർവ്വവാദങ്ങൾ കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ വടക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിന്
ഈ പൂർവ്വവാദങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇനി നമുക്ക് പശ്ചിമവാദങ്ങളുടെയും പൂർവ്വവാദങ്ങളുടെയും ഡെഫിനിഷൻ എന്താ ടെക്സ്റ്റിൽ പറയുന്നത്, അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. പശ്ചിമവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കണ്ടല്ലോ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലകൾക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറുന്നായതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിൽ വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. പടിഞ്ഞാറ് ചെയ്യുന്നതായതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കടലുകളാണുള്ളത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രത്തിനാലായതുകൊണ്ടാണ് കാറ്റുകളുടെ വേഗം കൂടുന്നത്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വാസ്കോഡ ഗാമയുടെ യാത്രാ മാർഗം വിശദീകരിച്ചത് വായിച്ചല്ലോ. ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക്കിലേക്ക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിൽ എത്താൻ ഗാമയെ സഹായിച്ചത് പശ്ചിമവാദങ്ങളായിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ അഞ്ഞുവീശുന്ന പശ്ചിമവാദങ്ങൾ റോറിംഗ് ഫ്രോട്ടീസ് 40 ഡിഗ്രി തെക്കശാംശം, ഫ്യൂരിയസ് വിറ്റീസ് 50 ഡിഗ്രി അക്ഷാംശങ്ങളിൽ, ഷെറിക്കിംഗ് സ്കീറ്റ്സ് 60 ഡിഗ്രി അക്ഷാംശങ്ങളിൽ എന്നിങ്ങനെ പഴയ നാവികർ പേരിട്ട് വിളിച്ചു. ധ്രുവീയ പൂർവ്വവാദങ്ങൾ പശ്ചിമ വാദങ്ങളെക്കുറിച്ചായിരുന്നു. ഇനി ധ്രുവീയ പൂർവ്വവാദങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ് മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രമാണ് നിങ്ങൾ പഠിച്ചല്ലോ. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാദം. അവ ധ്രുവീയവാദങ്ങൾ ഹിമക്കാറ്റുകൾക്ക് ഉദാഹരണമാണ്. കൊറിയോലിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്കു ദിശയിൽ നിന്നാണ് വീശുന്നത്. അതിനാൽ ഇവ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നു. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഇവയ്ക്ക് ഗണ്യമായ പങ്കുണ്ട്. നമ്മുടെ നാട്ടിൽ വീശുന്ന എല്ലാ കാറ്റുകളും ആഗോളവാദങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആഗോളവാദങ്ങളല്ലാണ്ടും വേറെയും കാറ്റുകൾ വീശുന്നുണ്ട്. അപ്പം മറ്റു കാറ്റുകൾക്ക് ഉദാഹരണമാണ് കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, ചക്രവാദങ്ങൾ. എന്താണ് കാലികവാദങ്ങൾ എന്ന് വെച്ചാൽ നിശ്ചിത ഇടവേളകൾ മാത്രം ആവർത്തിച്ച് വീശുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. പ്രാദേശികവാദങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളുണ്ട്, അവയാണ് പ്രാദേശികവാദങ്ങൾ. ഇനി സൈക്ലോൺസ്, ചക്രവാദങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയുടെ പുറത്തോട്ടുള്ള പ്രദേശങ്ങളിലോട്ട്, അതായത് ധ്രുവങ്ങളിലുള്ള പ്രദേശങ്ങളിലോട്ട് വീശുന്ന കാറ്റുകളും തിരിച്ചു വീശുന്ന കാറ്റുകളാണ് ചക്രവാദങ്ങൾ. ആദ്യം നമുക്ക് കാലികവാദങ്ങൾ, പീരിയോഡിക് വിൻഡ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ച് വീശുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ഇത് ഒരു ദിവസം തന്നെ ഇപ്പോൾ രാത്രിയും പകലും വീശുന്ന കടൽക്കാറ്റും കരക്കാറ്റിനെയും നമുക്ക് കാലികവാദത്തിന് ഉദാഹരണമായിട്ട് പറയാം. അല്ലെങ്കിൽ ആണ് മൺസൂൺ. മൺസൂൺ എന്നാണ് എങ്ങനെ 6 മാസത്തിൽ, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും, അങ്ങനെ 2 മൺസൂണേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് അത് വരാൻ. അതുപോലെ തന്നെയാണ് മറ്റേതും. അപ്പം നമുക്ക് എന്താണ് കാലികവാദങ്ങൾ നോക്കാം. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ. അപ്പോൾ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാദമാണ് മൺസൂൺ. എന്താണ് മൺസൂൺ? മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിനർത്ഥം. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാവുന്ന പ്രതിഭാസമാണ് മൺസൂൺ. അപ്പോൾ ആദ്യമായിട്ട് മൺസൂണിന്റെ ഗതി കണ്ടുപിടിച്ചത് ആരാണെന്ന് ഇവിടെ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഹിപ്പാലസ്, അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതി മാറ്റം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് മൺസൂൺ കാറ്റുകൾക്ക് അറബി പദത്തിൽ മൗസിം എന്ന അർത്ഥത്തിൽ നിന്ന് പേരിട്ടിരിക്കുന്നത്. മൺസൂൺ രൂപം കൊള്ളുന്നതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. അവയിൽ ചിലതാണ് സൂര്യന്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, താപനിലയിലെ വ്യത്യാസങ്ങൾ എന്നിവ. അച്ചുതണ്ടിന്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. നമുക്കറിയാം നമ്മുടെ ഭൂമി ചരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് സൈഡിലായിരിക്കും ചില സമയത്ത് സൂര്യന്റെ പ്രകാശം കൂടുതലായിട്ട് ലഭിക്കുക. ഈ പ്രദേശങ്ങളിലെ താപനില വർദ്ധിക്കുന്നതിന് ഇതിന് കാരണമാവും. അതനുസരിച്ച് മർദ്ദ മേഖലകൾക്ക് വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റം ഉണ്ടാകും. അപ്പം നമ്മുടെ ഭൂമി ചരിഞ്ഞ് വടക്ക് വശത്തോട്ട് കൂടുതലായിട്ട് പ്രകാശം കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മർദ്ദമേഖലകൾക്ക് ചെറിയ സ്ഥാനവ്യത്യാസം ഉണ്ടാവും. ഉത്തരഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാതകങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാതകങ്ങൾ കൊറിയോലിസ് പ്രഭാവം മൂലം വ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂണുകളായി രൂപാന്തരം പ്രാപിക്കുന്നു. അപ്പോൾ ഈ ചിത്രം വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ സൂര്യൻ്റെ ഇത് പഠിക്കുന്നത് കൃത്യം ഈ ഭൂമിയുടെ ചരിവ് കാരണം കൃത്യം ഈ ന്യൂനമർദ്ദ ഭൂമധ്യരേഖയിലായിരിക്കില്ല. ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ്റെ പ്രകാശം ഈ ഭാഗത്തായിട്ട് പതിക്കുന്ന സമയത്ത് ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാതകങ്ങൾ ഇങ്ങോട്ട് ഈ ഭൂമധ്യരേഖ കടന്ന് ഇങ്ങോട്ട് വീശുന്നതിന് കാരണവും ഇത് കൊറിയോലിസ് പ്രഭാവം മൂലം ചുഴറ്റി എറിയപ്പെടുന്നു. ഇത് കരയുടെ മുകളിലാണ് നമ്മുടെ തെക്ക് കിഴക്കൻ വാണിജ്യവാതകങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകൾ വന്ന് രൂപം കൊള്ളുന്നത്. അത് കടലിലോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ന്യൂനമർദ്ദം, അതായത് മൺസൂൺ കാറ്റ് രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിന്റെ ഫലമായി ഏഷ്യൻ വൻകരകൾക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യവാതകങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടയേക്കും. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. വൻകരകൾക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉച്ചമർദ്ദമുള്ള മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദമുള്ള മേഖലയിലോട്ട് കാറ്റ് പ്രവഹിക്കുന്നു. അപ്പോൾ ഇത് വടക്ക് കിഴക്കൻ വാണിജ്യവാതകങ്ങൾക്ക് ശക്തി കൂട്ടാൻ കാരണമാവുന്നു. അതാണ് നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റായിട്ട് അറിയപ്പെടുന്നത്. ഒരു വർഷത്തിനുള്ളിൽ കാറ്റിന്റെ ദിശ വിപരീതമാവുന്ന മൺസൂൺ എന്ന പ്രതിഭാസം ഇതാണ്. അടുത്തതാണ് കടൽക്കാറ്റും കരക്കാറ്റും. ഇത് ഒരു പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന കാറ്റുകളാണ് കടൽക്കാറ്റും കരക്കാറ്റും. ഇനി എന്താണ് കടൽക്കാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്, കരയിൽ നിന്ന് കടലിലോട്ട് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്.
അപ്പോൾ എന്താണ് കടൽക്കാറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കര പെട്ടെന്ന് ചൂട് പിടിക്കും. സൂര്യൻ്റെ പ്രകാശം തട്ടി പെട്ടെന്ന് കര ചൂട് പിടിക്കും. എന്നാൽ കടലിൽ സാവധാനം ചൂടാവുള്ളൂ, സാവധാനം തണുക്കുള്ളൂ. അപ്പോൾ പകൽ സമയത്ത് കര വേഗം ചൂടാവുകയും കടൽ തണുത്ത് നിൽക്കുകയും ചെയ്യും. അതായത് സാവധാനം അവിടെ ചൂട് പിടിക്കുള്ളൂ. അപ്പോൾ ഈ കടലിൽ നിന്ന് വായു ചൂട് കൂടുതലുള്ള ഭാഗത്തേക്ക് പ്രവഹിക്കുന്നു, കരയുടെ മുകളിലോട്ട് പ്രവഹിക്കുന്നു. അതാണ് കടൽക്കാറ്റ്. ഇനി രാത്രി കാലങ്ങളിൽ കര നമ്മൾ പറഞ്ഞു വേഗം തണുക്കുന്നു. അപ്പോൾ ഈ കരയുടെ മുകളിൽ തണുത്ത വായും കടലിൻ്റെ മുകളിൽ ചൂടുള്ള വായും തങ്ങി നിൽക്കുന്നു. അപ്പോൾ കരയിൽ നിന്ന് കടലിലോട്ട് വായു പ്രവഹിക്കുന്നു. അതാണ് കരക്കാറ്റ്. നോക്കാം. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് നിൽക്കുന്ന വായു ചൂടായി വരുന്നു. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. രാത്രി കാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിനിടയാക്കും. ഇവയാണ് കരക്കാറ്റ്. രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർകാലത്തോടെ സജീവമാവുന്നു. സൂര്യോദയത്തോടെ കരക്കാറ്റ് അവസാനിക്കുന്നു. കാലികവാതങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. ഇത് കടക്കാറ്റും കരക്കാറ്റും പോലെയാണ്. പകൽ സമയത്ത് പർവ്വതത്തിന് മുകളിലെ വായു ചൂട് പിടിക്കും, പക്ഷേ താഴ്വരത്ത് സാവധാനം ചൂട് പിടിക്കുള്ളൂ. അപ്പോൾ താഴ്വരയുടെ മുകളിൽ നിന്ന് പർവ്വതത്തിൻ്റെ അവിടേക്ക് കാറ്റ് വീശും. എന്നാൽ രാത്രി സമയത്ത് താഴ്വര ചൂട് പിടിച്ചു തന്നെ നിൽക്കും, എന്നാൽ പർവ്വതത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് തണുക്കും. അപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചരിഞ്ഞ് താഴ്വരയിലോട്ട് കാറ്റ് വീശും. പകൽ സമയത്ത് പർവ്വതത്തിന് മുകളിലെ വായു ചൂട് പിടിച്ചു വരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചെരിവുകളിലൂടെ കാറ്റ് വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. അപ്പോൾ താഴ്വരയിൽ നിന്ന് പർവ്വതത്തിൻ്റെ മുകളിലോട്ട് കാറ്റ് വീശുന്നതിനെ കാറ്റെന്ന് വിളിക്കുന്നു. എന്നാൽ രാത്രി കാലങ്ങളിൽ പർവ്വതങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് ചെരിഞ്ഞു വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. അപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴുന്നത് പർവ്വതക്കാറ്റ്. താഴ്വരക്കാറ്റ് പകൽ സമയത്ത്, പർവ്വതക്കാറ്റ് രാത്രി സമയത്ത്. അടുത്തതാണ് പ്രാദേശികവാതകങ്ങൾ. പ്രാദേശികവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളാണ് പ്രാദേശികവാതകങ്ങൾ. പ്രാദേശികവാതകങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയിൽ വീശുന്ന പ്രാദേശികവാതകങ്ങൾക്ക് ഉദാഹരണമാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാലി. പ്രാദേശികവാതകങ്ങൾക്ക് ഉദാഹരണം ചിനൂക്ക്, ഫോയിൻ, അതുപോലെ തന്നെ അതൊക്കെയാണ്. ഇന്ത്യയിലെ പ്രാദേശികവാതകങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാലി. ഈ ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണകാലത്ത് വീശുന്ന ഒരു കാറ്റാണ്. രാജസ്ഥാൻ മരുഭൂമിയുടെ ആ ഭാഗത്തൊക്കെയാണ് ഈ ലൂ എന്ന് പറയുന്ന കാറ്റ് വീശുന്നത്. ഇനി മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലത്ത് മാവ് പൂക്കുന്നതും മാമ്പ് പൊഴിയുന്നതൊക്കെ കാണാറുണ്ട്. അതിന് കാരണമാവുന്ന കാറ്റാണ് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. കാൽബൈശാലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ വീശുന്ന കാറ്റാണ് കാൽബൈശാലി. അതുപോലെ തന്നെ റോക്കി പർവ്വതനിരയുടെ കിഴക്ക് ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണ് ഫോയിൻ എന്ന് പറയുന്നത്. ഇനി ആഫ്രിക്കയിൽ വീശുന്ന ഒരു കാറ്റുണ്ട്, ആ കാറ്റിനെ വിളിക്കുന്ന പേരാണ് ഡോക്ടർ ഹാർമിറ്റർ. പ്രാദേശികവാതകങ്ങൾ ലോക്കൽ വിൻഡ്സ്. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാതകങ്ങൾ. പ്രാദേശികവാതകങ്ങൾ മർദ്ദവ്യത്യാസം മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തി കുറവായിരിക്കും. ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും പ്രാദേശികവാതകങ്ങളുണ്ട്. ലൂ, മാംഗോ ഷവർ, കാൽബൈശാലി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാതകങ്ങളാണ്. ചിനൂക്ക്, ഹാർമിറ്റൻ, ഫോയിൻ തുടങ്ങിയവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവരാണ്. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് കാറ്റ് ഏറെ പ്രയോജനമാണ്. ആൽപ്സ് പർവ്വതനിരയിൽ വടക്ക് താഴ്വരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോയിൻ. ഈ താഴ്വര ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തെ തടുപ്പിന്റെ കാഠിന്യം കുറയാൻ ഫോയിൻ കാരണമാകുന്നു. അപ്പോൾ ആൽപ്സ് പർവ്വതനിരയുടെ വടക്കേ താഴ്വരത്തോട്ട് വീശുന്ന കാശ് ഫോയിൻ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിൽ വീശുന്ന കാശ് ചിനൂക്ക്. ആഫ്രിക്കയിലെ സാഹറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകമാണ് ഹർമറ്റ്. പൊതുവെ ഈർപ്പം നിറഞ്ഞ ഇവ അസുഖകരമായ കാലാവസ്ഥ നിലനിർത്തുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡോക്ടർ ഹാർമിറ്റ് ആഫ്രിക്കയിലെ സാഹറ മരുഭൂമി, ആൽപ്സ് പർവ്വതനിര ഫോയിൻ, റോക്കി പർവ്വതനിര ചിനൂക്ക്. ഇനി ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിലെ തീഷ്ണതയെ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതകമാണ് മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാവുന്നതിനാലാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ് ലൂ. രാജസ്ഥാനിലാണ് പ്രധാനമായിട്ട് ഈ കാറ്റ് വീശുന്നത്. വേനലിന്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമാവുന്നത് ലൂ ആണ്. ഉഷ്ണകാലത്ത് തന്നെ വീശുന്ന മറ്റൊരു കാറ്റാണ് മാംഗോ ഷവേഴ്സ്. ഇത് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാവുന്നു. അസ്ഥിരവാദങ്ങൾ. ചില പ്രത്യേക അന്തരീക്ഷ സാഹചര്യങ്ങളിൽ രൂപം കൊള്ളുന്നതാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാദങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തോട്ട് വീശുന്നത്. സത്യം പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തോട്ട് വീശുന്നതല്ല, ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ പ്രഷർ കൂടുതലാണെങ്കിൽ കുറഞ്ഞ ഭാഗത്തേക്കും വീശുന്ന കാറ്റുകളാണ് ചക്രവാതങ്ങൾ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അസ്ഥിരവാദങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ അന്തരീക്ഷ അവസ്ഥകൾ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും അസ്ഥിരവാതങ്ങളാണ്. ചക്രവാതങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദ പ്രദേശവും സൃഷ്ടിക്കുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകും. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും
അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങൾ വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലെ ഘടികാര ദിശയിലുമാണ്. കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും രണ്ടായി തിരിക്കാം. ലക്ഷദ്വീപിലും കേരളത്തിലെ തീരപ്രദേശത്തും 2017 നവംബർ മാസത്തിൽ ആഞ്ഞടിച്ച ഓങ്കി ചുഴലിക്കാറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഓങ്കി ചുഴലിക്കാറ്റ് കൊടും ജീവനും സ്വത്തിനും വലിയ നാശം വിതച്ചുകൊണ്ടാണ് ഇന്ത്യൻ തീരങ്ങൾ വിട്ടത്. ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. ഉഷ്ണമേഖലാ സമൂഹ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണം. അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓങ്കി എന്തിന് ഉദാഹരണമാണ്? ഓങ്കി ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമായിരുന്നു. നോക്കി ഈ പിക്ചർ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ പുറത്ത് പ്രഷർ കൂടുതലും അകത്തോട്ട് വരുമ്പോൾ ആ പ്രദേശത്ത് അകത്തോട്ട് വരുമ്പോൾ ലോ പ്രഷറുമാണ്. അപ്പോൾ പുറത്ത് നിന്ന് ആ ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് കാറ്റ് ശക്തിയായി വീശുന്നു. ഇത് ഉത്തരാർദ്ധഗോളത്തിലെ കേസാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ എതിർ ഘടികാര ദിശയിലായിരിക്കുള്ളൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കുള്ളൂ. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ചക്രവാതം ക്ലോക്ക് വൈസിലായിരിക്കുള്ളൂ. ഇത് തന്നെ തിരിച്ചു വരുന്നതാണ് പ്രതിചക്രവാതങ്ങൾ. അവിടെ ഹൈ പ്രഷർ, കേന്ദ്രത്തിൽ ഹൈ പ്രഷർ ആയിരിക്കുള്ളൂ, ചുറ്റും ലോ പ്രഷർ ആയിരിക്കുള്ളൂ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പുറത്തോട്ട് കാറ്റ് വീശും. അതാണ് പ്രതിചക്രവാതങ്ങൾ. അത് നേരത്തെ നമ്മളുടെ ചക്രവാതം ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലായിരുന്നു. അപ്പോൾ പ്രതിചക്രവാതം ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതം ഘടികാര ദിശയിലായിരുന്നു. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കുള്ളൂ, എതിർ ഘടികാര ദിശയിലായിരിക്കുള്ളൂ ദക്ഷിണാർദ്ധഗോളത്തിൽ പ്രതിചക്രവാതം. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതങ്ങൾ. കൊറിയോലിസ് പ്രഭാവത്തിൽ ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ്. കാറ്റുകളെ കുറിച്ചൊരു ടേബിൾ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റുകൾ ആഗോളവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, കാലികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ എന്ന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആഗോളവാദങ്ങളായിരുന്നു വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, പൂർവ്വവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ ലൂ, മാംഗോ ഷവർ, ഫോയിൻ, ചിനൂക്ക്. ഇനി കാലികവാദങ്ങളായിരുന്നു മൺസൂൺ, പർവ്വതക്കാറ്റ്, താഴ്വതക്കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ്. അസ്ഥിരവാദങ്ങൾ, ചക്രവാദങ്ങൾ, പ്രതിചക്രവാദങ്ങൾ എന്ന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് കാറ്റുകളെ പറ്റി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അടുത്തത് തേജസാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് ആകെ അറിയാൻ വേണ്ടിയുള്ളത് വായുവിൻ്റെ നിരന്തര ചലനത്തിനും അതുപോലെ തന്നെ മർദ്ദവ്യത്യാസത്തിനും ഈ കാറ്റുകൾക്കൊക്കെ കാരണം സൂര്യനും സൂര്യൻ്റെ ചൂടുമാണ്. അത് മാത്രം നമുക്ക് അറിയാനുള്ളതുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക്